നമസ്കാരം. ഇറാനിൽ 1979 മതഭരണകൂടം ചുമതല ഏറ്റതിന് ശേഷം നിയമപരമായ ഒരു കാര്യങ്ങളും അവിടെ നടക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. മാത്രവുമല്ല, പല യൂറോപ്യൻ രാജ്യങ്ങളെയും അമേരിക്കയൊക്കെ തന്നെ ഇവർ സംശയത്തോടെ കാണുന്ന സാഹചര്യത്തിൽ അവിടെയുള്ള എംബസി ജീവനക്കാർക്ക് പോലും സുരക്ഷിതമായി ജീവിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഇത് സംബന്ധിച്ച ചില കാര്യങ്ങൾ ഇപ്പോൾ സ്വിറ്റ്സർലൻഡിലെ രഹസ്യാന്വേഷണ വിഭാഗം തന്നെയാണ് പുറത്തുവിട്ടിരിക്കുന്നത്. അവർക്ക് ഇത് സംബന്ധിച്ച ചില വിവരങ്ങൾ നൽകിയത് ഇറാനിലെ റവല്യൂഷണറി റിപ്പബ്ലിക്കൻ ഗാർഡ് കോർപ്സിലെ ഒരു ഉദ്യോഗസ്ഥനാണ് എന്നാണ് സ്വിറ്റ്സർലൻഡ് തന്നെ വെളിപ്പെടുത്തിയിട്ടുള്ളത്. സ്വിറ്റ്സർലൻഡ് എംബസിയിലെ ജീവനക്കാർക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങളാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ടെഹ്റാനിലെ സ്വിറ്റ്സർലൻഡ് എംബസിയിലെ 2 ജീവനക്കാർ ദുരൂഹ സാഹചര്യങ്ങളിൽ മരിച്ചിരുന്നു. സ്വിറ്റ്സർലൻഡുകാരനായ ഒരു വിനോദസഞ്ചാരി ജയിലിൽ വെച്ച് കൊല്ലപ്പെട്ടിരുന്നു. മറ്റൊരു സ്വിസ് എംബസി ഉദ്യോഗസ്ഥന് നേരെ വധശ്രമമാണ് നടന്നത്. ഇതൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത് സ്വിറ്റ്സർലൻഡിലെ എംബസി ജീവനക്കാരെ ഇറാൻ സംശയത്തോടുകൂടി തന്നെയാണ് നോക്കുന്നത് എന്നാണ്. പലരെയും ഇവർ ക്രൂരമായ രീതിയിൽ പീഡിപ്പിച്ചിട്ടുണ്ട് എന്നും സൂചനയുണ്ട്. സ്വിറ്റ്സർലൻഡ് എല്ലാ കാലത്തും അമേരിക്കയുടെ ഏജൻ്റായിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്നും സ്വിസ് എംബസിയിലെ പല ഉദ്യോഗസ്ഥന്മാരും CIA ചാരന്മാരാണ് എന്നുമാണ് ഇറാൻ വിശ്വസിക്കുന്നത്. ഒരുപക്ഷെ ഇതിൻ്റെ കൂടി പശ്ചാത്തലത്തിലായിരിക്കാം ഈ ദുരൂഹ മരണങ്ങൾക്കും ആക്രമണങ്ങൾക്കും എല്ലാം പിന്നിൽ പ്രവർത്തിച്ചത് ഒരുപക്ഷെ ഇറാനിലെ അധികൃതർ തന്നെയാണ് സ്വാഭാവികമായും സംശയിക്കേണ്ടി വരുന്നത്. 2021 ഇറാനിലെ സ്വിറ്റ്സർലൻഡിൻ്റെ ഡെപ്യൂട്ടി അംബാസഡർ സിൽവി ബ്രണ്ണർ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചിരുന്നു. ഇവർ താമസിച്ചിരുന്ന അപ്പാർട്ട്മെൻറ്റിൻ്റെ 17ാം നിലയിൽ നിന്ന് താഴെ വീണാണ് ഇവർ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇവർ ആത്മഹത്യ ചെയ്തു എന്നാണ് ഇറാൻ അധികൃതർ പിന്നീട് വെളിപ്പെടുത്തിയത്. എന്നാൽ ഇവരെ ആരോ തള്ളിയിട്ട് കൊന്നു എന്ന് തന്നെയാണ് ഇപ്പോഴും അവരുടെ വീട്ടുകാരും സ്വിറ്റ്സർലൻഡ് സർക്കാരുമൊക്കെ തന്നെ വിശ്വസിക്കുന്നത്. കാരണം ഇവർ താമസിച്ചിരുന്ന അപ്പാർട്ട്മെൻറ്റിൻ്റെ ആ ഭാഗത്തൊക്കെ തന്നെ ചില അപരിതമായ ഷൂവിൻ്റെ പാടുകൾ കണ്ടിരുന്നുവെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ഷൂ ഇവരുടെ കൂടെയുള്ള ആരും തന്നെ ഉപയോഗിക്കുന്ന തരത്തിലുള്ളതല്ല എന്നും പറയുന്നുണ്ട്. അപ്പോൾ ആരോ പിന്നിൽ നിന്ന് ഇവരെ തള്ളിയിട്ട് കൊന്നു എന്നാണ് പറയപ്പെടുന്നത്. മാത്രവുമല്ല, ഇവരുടെ മരണം സംബന്ധിച്ച അന്വേഷണ റിപ്പോർട്ട് സ്വിറ്റ്സർലൻഡ് സർക്കാർ ആവശ്യപ്പെട്ടിട്ട് പോലും അത് കൊടുക്കാൻ ഇറാൻ തയ്യാറായില്ല. മാത്രവുമല്ല, ഇവരുടെ മൃതദേഹത്തിലെ ആന്തരിക അവയവങ്ങളെല്ലാം തന്നെ നീക്കം ചെയ്തതിന് ശേഷമാണ് മൃതദേഹം സ്വിറ്റ്സർലൻഡിലേക്ക് അയച്ചത് എന്നുള്ളതും സംശയത്തിന് ആക്കം കൂട്ടുകയാണ്. ഇതുപോലെ സ്വിറ്റ്സർലൻഡ് എംബസിയിൽ തന്നെ മറ്റൊരു ഉദ്യോഗസ്ഥൻ നടന്നു പോകുന്ന വഴിയിൽ അദ്ദേഹത്തിന് നേർക്ക് ആക്രമണം ഉണ്ടായി. ഇദ്ദേഹത്തിന് നേർക്ക് വെടിവെക്കുകയും പിന്നീട് കുത്തി പരിക്കേൽപ്പിക്കുകയൊക്കെ തന്നെ ചെയ്തിരുന്നു. എന്നാൽ ഇയാൾ ആശുപത്രിയിൽ എത്തിച്ചതുകൊണ്ട് തന്നെ കഷ്ടിച്ച് രക്ഷപ്പെടുകയായിരുന്നു. ഇതിനെക്കുറിച്ച് ഇറാൻ സർക്കാർ വെളിപ്പെടുത്തി ഇതൊരു കവർച്ചാ ശ്രമമായിരുന്നു എന്നാണ്. പക്ഷേ ഇതും അങ്ങനെയല്ല. ഇത് ഇറാൻ സർക്കാർ നേരിട്ട് തന്നെ നടത്തുന്ന ഒരു പരിപാടിയാണ് എന്നാണ് അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ബ്രണ്ണർ വെച്ച് ഏതാനും നാളുകൾ കഴിഞ്ഞപ്പോൾ ടെഹ്റാനിലെ സ്വിസ് എംബസിയിലുള്ള മിലിറ്ററി അറ്റാഷെ ഗുരുതരമായ പരിക്കുകളോടെ അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. അതൊരു ഹോട്ടലിൽ താമസിക്കുകയായിരുന്നു. അവിടെ വെച്ചാണ് അദ്ദേഹത്തിന് പരിക്കേറ്റത് എന്നാണ് ഇവർ വിശേഷിപ്പിച്ചത്. തുടർന്ന് ഈ അറ്റാഷയെ സ്വിറ്റ്സർലൻഡിലേക്ക് തന്നെ ചികിത്സയായി കൊണ്ടുപോയിരുന്നു. പക്ഷേ കുറേ നാൾക്ക് ശേഷം അദ്ദേഹം മരിച്ചുപോയി. ഈ അറ്റാഷയുടെ മരണത്തിന് പിന്നിലും സംശയമുണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ. ഏറ്റവും അവസാനമായി ഈ വർഷം ജനുവരിയിൽ ഒരു സ്വിറ്റ്സർലൻഡ് വിനോദസഞ്ചാരി ജയിലിൽ മരിച്ചതിലെ കണ്ടെത്തിയിരുന്നു. ഇയാൾ വിനോദസഞ്ചാരിയല്ല, ചാരപ്പണിക്ക് വന്ന ആളാണ് എന്നാണ് ഇറാൻ ഇയാളുടെ മേൽ ചാർത്തിയിട്ടുള്ള കുറ്റം. പക്ഷേ ഇയാൾ എങ്ങനെ മരിച്ചു എന്നുള്ളതിനെക്കുറിച്ച് ഇനിയും കൃത്യമായ വിവരങ്ങളൊന്നും തന്നെ ലഭിച്ചിട്ടില്ല. ഇയാൾ വിനോദസഞ്ചാരി തന്നെ ആയിരുന്നു, മറ്റേതെങ്കിലും ദൗത്യവുമായി എത്തിയ ആളാണോ എന്നൊന്നും ആർക്കും അറിയില്ല. പക്ഷേ ഇറാനെ സംബന്ധിച്ചിടത്തോളം സ്വിറ്റ്സർലൻഡുകാരെ എപ്പോഴും അവർ സംശയത്തോടുകൂടി തന്നെയാണ് നോക്കുന്നത്. ഇറാൻ മാത്രമല്ല, റഷ്യയും ഉത്തര കൊറിയയും ഒക്കെ തന്നെ സ്വിറ്റ്സർലൻഡിനെ എപ്പോഴും സംശയത്തോടു കൂടി തന്നെയാണ് നോക്കുന്നത്. കാരണം അവർ വിശ്വസിക്കുന്നത് സ്വിറ്റ്സർലൻഡ് അമേരിക്കയുടെ ഏജൻറ്റുമാർ ആണ് എന്നാണ്. അതുകൊണ്ട് തന്നെ അതാത് രാജ്യങ്ങളിൽ സ്വിറ്റ്സർലൻഡ് എംബസികളുടെ ഉദ്യോഗസ്ഥന്മാർക്ക് നേർക്ക് ഇവർ എപ്പോഴും ഒരു രഹസ്യാന്വേഷണം നടത്താറുണ്ട്. ഇവരുടെ ചലനങ്ങളെല്ലാം തന്നെ രഹസ്യമായി വീക്ഷിക്കാൻ അവർ ആളുകളെ ഏർപ്പാടാക്കാറുണ്ട്. സംശയം തോന്നിയാൽ ഇത്തരത്തിൽ വധിക്കാറുമുണ്ട് എന്നാണ് ഇപ്പോൾ ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഇറാനും സ്വിറ്റ്സർലൻഡും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തെ ഇത് തീർച്ചയായും ഗുരുതരമായി തന്നെ ബാധിക്കും എന്നുള്ളതും ഉറപ്പാണ്.